വിരോധമൊന്നുമില്ല, തെറ്റായ കാര്യമൊന്നുമില്ല, ബിദഅത്തൊന്നുമില്ല. പത് വിസ്മേതലുണ്ടല്ലോ, ഒരു തെറ്റായ കാര്യം ബിദഅത്തായ കാര്യമൊന്നുമല്ല. പത് ഒരു വിസ്മയാണ് ഉറക്കെ ഓതാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നബിയുടെ സാധാരണ പതിവ് ബിസ്മി അഊദുമൊക്കെ പതുക്കെ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ ഉറക്കെ പറയണം, ആരംഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചെയ്തു പോകുന്ന രീതി. അത് അമാനി മൗലവി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഖുർആൻ പരിഭാഷണ ആമുഖത്തിൽ വളരെ വിശദമായി ഇത് രണ്ടും വെച്ചുകൊണ്ട് അമാനി മൗലവി അതിൻ്റെ ശരിയായ നിലപാട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഫ്ളൽ അതാണ്, നബിയുടെ സാധാരണ പതിവ് അതാണ്, നബി ഏറ്റവും അധികം ചെയ്തത് അതാണ്. അതുകൊണ്ട് നമ്മളും ചെയ്യേണ്ടതും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതും ബിസ്മി പതുക്കെ ഓതുക എന്ന് തന്നെയാണ്. അല്ലാഹു അക്ബർ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ എണീക്ക താഴ്ത്തതില ഖായിമ, നേരെ ചൊവ്വേ നിലകൊള്ളുന്നത് വരെ നീ നിൽക്കുക. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യുക. അപ്പൊ ഇസ്ലാം കഴിഞ്ഞാൽ അടുത്ത ഫർള് വന്നു സുജൂദ്. സുമ്മസ്ജുദ്, തുമനിയത്ത് നിൽക്കലില്ല, ഒരിക്കത് വേണമെന്നില്ല എന്നാണ്. അവർക്ക് തുമനിയത്ത് ഒരു ഫർളായി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഉള്ളത് ജസ്റ്റ് റുക്കൂക്കാൻ എത്തും അപ്പോഴേക്ക് ഒരു അവിടെ നിന്ന് എണീക്കും, സുജൂദിക്കാൻ എത്തും അപ്പോഴേക്ക് ഒരു എണീക്കും. ഒക്കെ തുമനിയത്ത് അതിൽ ഫർളല്ല ഹനഫി മദ്ഹബിൽ. അപ്പൊ സുമ്മസ്ജുദ്, നീ സുജൂദ് ചെയ്യുക. ഹത്താ തത്മഇന്ന സാജിദ, ഹത്താ തത്മഇന്ന, അവിടെയും പറഞ്ഞു തുമനിയത്ത്, നീ തുമനിയത്താകുന്നത് വരെ, സാജിദൻ, സുജൂദിലായിക്കൊണ്ട് അടങ്ങി താമസിക്കുന്നത് വരെ. അപ്പൊ സുജൂദിൽ അതെ എങ്ങനെ ഒരു ഒന്നിന് ഈ പറഞ്ഞ അമ്രുകളെ നിർബന്ധത്തിലുള്ള അമ്രായി കണക്കാക്കുന്നില്ല. ഒന്ന് ഹനഫി മദ്ഹബിൽ അമ്രിന്റെ അസ്ലു മഅന വാജിബല്ല, അമ്ര് അസ്ലു വരുന്നത് വാജിബിനല്ല. അവിടെ തന്നെ ഇത് ഒത്തമൊഴിവായല്ലോ. അസ്ലു അമ്രിന്റെ മഅന വാജിബല്ല എന്ന് വന്നാൽ പിന്നെ ഇതൊക്കെ പോയി. പിന്നെ വാജിബാണ് പറയാൻ തെളിവ് അപ്പോൾ വേണ്ടില്ല. വാജിബാണ് വാദിക്കണമെങ്കിൽ തെളിവ് വേണം. അതൊക്കെ ചെയ്യും, ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ ചെയ്യൽ നിർബന്ധമാണ് പറയാൻ പറ്റുക എന്ന് വരും. അപ്പൊ നീ തുമനിയത്താവണം സുജൂദിലായിരിക്കെ. അപ്പൊ സുജൂദ് തന്നെ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ചെയ്യണം. ഓരോ അവയവും എവിടെ വെക്കാൻ പറഞ്ഞോ അവിടെ വെക്കേണ്ടതുണ്ട്. 7 അവയവത്തിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉമിർതു അസ്ജുദ അലാ സബ്അത്തി അദ്വിൻ, 7 അവയവത്തിൽ അഴുതുമിൻ, 7 അവയവത്തിന്മേൽ സുജൂദ് ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. 2 കൈകൾ, 2 കാൽ പിന്നിലുള്ള പള്ളകൾ, 2 കാൽമുട്ടുകൾ, 6, 7 നെറ്റി. നെറ്റി പറഞ്ഞപ്പോൾ നബി മൂക്ക് കൂടി അതിനെ കൂടെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ നെറ്റിയും മൂക്കും കൂടി ഒന്നായിട്ട് എണ്ണിയത്, അതോടെ 7. ശരിക്കും 8 ഉണ്ട്. നെറ്റിയും മൂക്ക് 2 കൂട്ടല് 8 ഉണ്ട്. പക്ഷെ നബിതങ്ങൾ നെറ്റിയും മൂക്കും ഒന്നിച്ചാണ് എണ്ണി. അപ്പൊ നെറ്റിയും മൂക്കും നിലത്ത് വെക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതെ. അപ്പൊ ഈ 7 അവയവത്തിന്മേലാണ് സുജൂദ് ചെയ്യേണ്ടത്. അങ്ങനെ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദ, സുജൂദിലായി തുമനിയത്താകുന്നത് വരെ. അപ്പൊ സുജൂദിൽ അടങ്ങി ഒതുങ്ങി ഒന്ന് നിന്നിട്ട് വേണം പിന്നെ എണീക്കാൻ. അല്ല സുജൂദ് വെക്കുമ്പോഴേക്ക് ഇങ്ങനെ എണീക്കാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, കോഴി കൊത്തും പോലെ കൊത്തരുത്. ചില ജീവികളെ ഉപമിച്ച് പറഞ്ഞ ഹദീസിന്റെ സ്വീകാര്യതയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറുക്കൻ തിരിയും പോലെ തിരിയുക, കോഴി കൊത്തും പോലെ കൊത്തുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അത് പാടില്ല. നായ കിടക്കും പോലെ കിടക്കുക, ഈ പ്രയോഗങ്ങളൊന്നും പാടില്ല എന്ന് പഠിപ്പിച്ച ഹദീസുണ്ട്. പക്ഷെ അതിൽ സ്വഹിയാണോ എന്നത് വ്യത്യാസം പണ്ഡിതന്മാർക്ക്. ഇപ്പം സുജൂദ് നായ കിടക്കുന്ന പോലെ കയ്യൊന്നാകെ നിർത്തിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, അതാ നായിനെ കിടത്തുന്നത്. ആ കിടത്തമല്ല, കൈ പള്ളകൾ മാത്രമാണ് വെക്കാൻ പറഞ്ഞത്. അതേപോലെ കോഴി കൊത്തും പോലെ കുത്തുന്നത് സുജൂദിക്ക് ഇങ്ങനെ അത് തല വെക്കുക, അപ്പോഴേക്കിങ്ങനെ ഉയർത്തുക, ആ കോഴിക്കൊത്ത് പറ്റൂല. കുറുക്കൻ തിരിയും പോലെ തിരിയാൻ, നിസ്കാരത്തിൽ ഒന്നാകെ തിരിയാൻ പാടില്ല. അങ്ങനെ നിസ്കാരത്തിൽ ഒന്നാകെ തിരിഞ്ഞു വെക്കാൻ പാടില്ല. അതാണ് കുറുക്കൻ തിരിയും പോലെ തിരിയരുത് എന്നൊക്കെ പറഞ്ഞത്.